ഇക്കോസ് ഓഫ് നിലായിലേക്ക് ഏവർക്കും സ്വാഗതം. മിഴിനില എഴുതിയ കഥ പത്മ, 10-ാം അധ്യായം. മുറ്റത്തെ ചക്കരമാവിൻ്റെ കൊമ്പിൽ കെട്ടിയ ഊഞ്ഞാൽ ഇളങ്കാറ്റിൽ മെല്ലെ മെല്ലെ ആടിക്കൊണ്ടിരുന്നു. അതിനപ്പുറം പാഷൻ ഫ്രൂട്ടിൻ്റെ ചെറിയൊരു പന്തലാണ്. ചെറിയ പന്തുകൾ പോലെ മഞ്ഞയും പച്ചയും നിറത്തിൽ അവയങ്ങനെ കിടക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗിയാണ്. നന്നായി പഴുത്തവ താഴെ മണ്ണിലായി വീണു കിടക്കുന്നു. തോൾസഞ്ചി അഴിച്ച് ഉമ്മറത്തിണ്ണയിലേക്ക് വെച്ച് സാരിയുടെ തലപ്പെടുത്ത് ഇടുപ്പിൽ കുത്തിക്കൊണ്ട് അവൾ മുറ്റം ചുറ്റിപ്പോയി ചൂലെടുത്ത് കൊണ്ടുവന്നു. മുറ്റം തൂത്തിട്ട് സൈഡിലെ പൈപ്പിൽ കൈയും കാലും മുഖവും കഴുകി ഉമ്മറത്തിരുന്ന തൻ്റെ തോൾസഞ്ചിയും എടുത്ത് അകത്തേക്ക് കയറി. മുൻവശത്തെ ഭിത്തിയിൽ അച്ഛനമ്മമാരുടെ ഫോട്ടോയോടൊപ്പം ഒരു നറുപുഞ്ചിരിയോടെ ഇരിക്കുന്ന ജിതൻ്റെ ഫോട്ടോയും സ്ഥാനം പിടിച്ചിരുന്നു. അവൾ ആ മുഖത്തേക്കൊന്ന് നോക്കി താക്കോലെടുത്ത് വാതിൽ തുറന്ന് അകത്തേക്ക് നടന്നു. തൻ്റെ മുറിയിൽ കയറി കുളിച്ചു മാറാനുള്ള വസ്ത്രങ്ങളും എടുത്തവൾ പോയി കുളിച്ചു വന്നു. കുട്ടി വന്നുവോ? അടുത്ത വീട്ടിലുള്ള ജിതൻ്റെ ഒരു അകന്ന ബന്ധു കൂടിയായ യശോദരാമ വേലിക്കൽ വന്ന് എത്തി നോക്കി വിളിച്ചു ചോദിച്ചു. ഉവ്, കുറച്ചുനേരമായി യശോദരാമേ, അവൾ മുറ്റത്തേക്ക് ഇറങ്ങുന്ന കൂടെ പതിയെ പറഞ്ഞു. പോയ കാര്യങ്ങളൊക്കെ ഭംഗിയായില്ലേ കുട്ടിയെ? ഉവ്. ജിതേന്ദ്രൻ്റെ അടുത്തേക്കാവുമല്ലേ? അതെ, പത്മ പറഞ്ഞതും അവർ വിഷമത്തിൽ വേലിക്കൽ നിന്ന് പിന്തിരിഞ്ഞു നടന്നു. എന്തിനാ എൻ്റെ കൃഷ്ണ ആ കുട്ടികൾക്ക് ഇങ്ങനൊരു വിധി കൊടുത്തത്? വേണ്ടിയിരുന്നില്ല. തിരികെ നടക്കുമ്പോൾ യശോദരാമയുടെ ഉള്ളം തൻ്റെ ഭഗവാനോട് വിലപിച്ചു. യശോദരാമ പോകുന്നത് ഒന്ന് തിരിഞ്ഞു നോക്കി പത്മ തെക്കേ തൊടിയിലേക്ക് നടന്നു. ആദ്യമായി കാണുന്നത് പോലെ അവൾ അവിടമെല്ലാം നോക്കിക്കണ്ടു. എത്തി നിന്നിടത്തു നിന്നും അവളുടെ മിഴികൾ തൻ്റെ പ്രിയപ്പെട്ടവനെ തിരഞ്ഞു. തനിക്കേറെ പ്രിയപ്പെട്ട ആ ചെമ്പകമരത്തിൻ്റെ കീഴെ അയാൾ എരിഞ്ഞടങ്ങിയതിനോട് ചേർന്ന് ആ മരത്തിലേക്ക് ചാരി എന്നതുപോലെ ഇരുന്ന് മിഴികൾ പൂട്ടിയതും അറിഞ്ഞു. നീട്ടിവെച്ച കാലിലേക്ക് തല ചേർത്ത് കിടക്കുന്നൊരുവൻ്റെ സാമീപ്യം. ജിതൻ. കണ്ണു തുറക്കാതെ തന്നെ അവൾ വിളിച്ചു. കണ്ണു തുറന്നു നോക്കിയാൽ അദ്ദേഹം ഉള്ളിടം ശൂന്യമാണെന്ന് തനിക്ക് തോന്നിയാലോ എന്നവൾ ഭയപ്പെട്ടു. കണ്ണു തുറക്കാതെ തന്നെ അവൾ തൻ്റെ വിശേഷങ്ങൾ ഓരോന്നായി അവനോട് പറഞ്ഞു തുടങ്ങി. യാത്രയിലുടനീളം സംഭവിച്ച കാര്യങ്ങൾ, വാരണാസിയിൽ എത്തിച്ചേർന്നതിന് ശേഷം സംഭവിച്ചവ, തനിക്കായി കാത്തിരുന്ന രഘുറാമിൻ്റെ ലോഡ്ജിലെ പാറ്റക്കരണ്ട് തുടങ്ങിയ തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ കൈപ്പടയിലുള്ള കത്തിലെ കാര്യങ്ങൾ, അങ്ങനെ ഓരോന്നും ഓർത്തെടുത്ത് വിവരിക്കുമ്പോൾ ജിതൻ തൻ്റെ തൊട്ടടുത്തുണ്ടെന്ന് തന്നെ അവൾ വിശ്വസിച്ചു. അയാളുടെ സാമീപ്യത്തിൽ ലയിച്ചെന്ന പോലെ അങ്ങനെ ഇരിക്കുമ്പോൾ അവളിൽ ഒരു നിർവൃതിയുണ്ടായി. അതിന് മാറ്റേകാൻ എന്ന പോലെ നിറയെ നിറയെ പൂത്തുനിന്ന ആ ചെമ്പകമരം അവൾക്ക് മേൽ പുഷ്പവൃഷ്ടി നടത്തി. പാമി, മതി കുട്ടി ഉറങ്ങിയത്, വരൂ, സമയമായിരിക്കുന്നു, നമുക്ക് പോകണ്ടേ? ഉറക്കത്തിലായിരുന്നവളുടെ അരികിൽ വന്നിരുന്ന് അയാൾ വിളിച്ചു. ഒരു പുഞ്ചിരിയോടെ അയാൾ നീട്ടിയ കൈകളിലേക്ക് തൻ്റെ കൈ ചേർത്ത് വയ്ക്കാൻ അവൾക്ക് അല്പം പോലും ആലോചിക്കേണ്ടി വന്നില്ല. പത്മയെ ഇവിടെ തന്നെയല്ലേ ദഹിപ്പിക്കുന്നത്? ആരോടൊന്നില്ലാതെ അകന്ന ബന്ധുക്കളിൽ ആരുടെയോ ചോദ്യമുണ്ടായി. അതെ, ജിതേന്ദ്രൻ്റെ അരികിൽ ഒരുക്കിയാൽ മതി ഈ കുട്ടിയുടെ ചിതയും. ജീവിതത്തിലോ ഒന്നാകാൻ പറ്റാത്തവർക്ക് മരണത്തിലെങ്കിലും അത് സാധിക്കട്ടെ. നേരിയതിൻ്റെ തുമ്പിൽ മിഴികൾ അമർത്തി തുടച്ച് യശോദരാമയാണ് ആ ചോദ്യത്തിന് മറുപടി പറഞ്ഞത്. സാധാരണ പത്മയെ പുറത്ത് കാണുന്ന സമയം കഴിഞ്ഞിട്ടും അവളെ കാണാതെയായപ്പോൾ തിരക്കി വന്നതായിരുന്നു യശോദരാമ. കുറേ നേരം വീടിന് ചുറ്റും നടന്ന് വിളിച്ചിട്ടും വിളി കേൾക്കാത്തതിൽ പരിഭ്രമിച്ച അവർ ആളുകളെ കൂട്ടി വാതിൽ തുറന്ന് പത്മയുടെ മുറിയിലേക്ക് ഓടിയെത്തുമ്പോഴേക്കും ജീവൻ്റെ തുടിപ്പ് അവളെ വിട്ടകന്നിട്ട് നേരമേറെയായിരുന്നു. ചടങ്ങുകളെല്ലാം മുറ പോലെ നടന്നു. യശോദരാമയുടെ ഇളയ മകൻ പത്മയുടെ ചിതയ്ക്ക് തിരികൊളുത്തിയ നേരം ജിതൻ അവൻ്റെ പാമിയുടെ കൈയിലേക്ക് തൻ്റെ കൈ ചേർത്ത് പിടിച്ചു. സന്തോഷമാണോ എൻ്റെ കുട്ടിക്ക്? പ്രണയാതുരമായി അവളുടെ മിഴികളിൽ നോട്ടമർപ്പിച്ച് ജിതൻ ചോദിച്ചു. അതിന് അവളൊന്ന് നിറഞ്ഞു ചിരിച്ചുകൊണ്ട് അയാളുടെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നിന്നു. നീലാംബരിയുടെ മുറ്റത്തെ ചക്കരമാവിൻ്റെ കൊമ്പിൽ കെട്ടിയ ഊഞ്ഞാൽ പതിയെ പതിയെ ആടിക്കൊണ്ടിരുന്നു. അതിലിരുന്ന് ആളുന്നവളുടെ സന്തോഷത്തിൽ മതിമറന്നെന്ന പോലെ ചെമ്പകമരം പൂക്കൾ പൊഴിച്ചു. അവിടമാകെ ചുറ്റി നടന്ന കാറ്റിന് ചന്ദനഗന്ധമായിരുന്നു. എപ്പോഴും പത്മ മനം നിറഞ്ഞ് ആസ്വദിച്ചിരുന്ന തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ഗന്ധം. എന്താ അമ്മേ, നീലാംബരിയിലെ തൊടിയിൽ മാത്രം ഇത്രയും കാറ്റ്? പതിവിന് വിപരീതമായി നീലാംബരിയിൽ ചുറ്റിത്തിരിഞ്ഞലയുന്ന കാറ്റ് കണ്ണിൽപ്പെട്ടിട്ടെന്ന പോലെ യശോദരാമയുടെ ഇളയ മകൻ ചോദിച്ചു. അത് ആ ആത്മാക്കളുടെ സന്തോഷമാവും അപ്പോൾ? യശോദരാമയിൽ നിന്നും മറുപടി പെട്ടെന്നായിരുന്നു. ആത്മാക്കളോ? ആരുടെ? അപ്പുവിന് സംശയം മാറുന്നില്ല. വേറെ ആരുടെ? നിൻ്റെ പത്മയിടത്തിയുടെയും ഇന്ദ്രേട്ടൻ്റെയും. യശോദരാമ പറഞ്ഞതും അവൻ ആ പറമ്പിലേക്ക് കണ്ണുകളയച്ചു നിന്നു. പത്മയുടെ ചിരിയൊച്ചകളെ ആ പറമ്പിൽ തന്നെ തളച്ചിട്ടുകൊണ്ട് അപ്പോഴും ആ പറമ്പിൽ ചന്ദനഗന്ധമുള്ള കാറ്റ് ചുറ്റിത്തിരിഞ്ഞ് വീശുന്നുണ്ടായിരുന്നു. ശുഭം.
പത്മ എന്ന കഥ ഇവിടെ അവസാനിക്കുന്നു. കഥ ഇഷ്ടപ്പെട്ടവർ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു കഥയുമായി ഉടനെ മടങ്ങി വരും വരേക്കും നന്ദി.